Hi dear friends, കൂടുതൽ വീഡിയോകൾക്ക് ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തൂ. Good morning students, welcome to Shafi's Teacher Educator. Today we are going to deal with cholera. It's an important topic that can be asked in various competitive exams like Food Safety Officer, AIMS entrance, physiotherapy, nursing and other medical related exams. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാർട്ടാണ്. ഇത് കോസ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയമാണ് ആൻഡ് ദാറ്റ് ബാക്ടീരിയ ഈസ് കോൾഡ് വിബ്രിയോ കോളറ. വിബ്രിയോ കോളറ എന്ന് പറയുമ്പോൾ തന്നെ യു ക്യാൻ സീ ഈസ് ആൻ കോമ ഷേപ്പ് ബാക്ടീരിയ അല്ലേ. കോമ ഷേപ്ഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഒരു ഫ്ലജല്ല കാണാൻ പറ്റും. ഇറ്റ്സ് ഹെൽപ്ഫുൾ ഫോർ ദ ലോക്കോമോഷൻ. സോ ദാറ്റ്സ് അബൌട്ട് ദ വിബ്രിയോ കോളറ. നമുക്ക് എന്തായാലും അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾ ഇതിന് നോട്ട് പ്രിപ്പയർ ചെയ്തോണം. സോ ബുക്കും പെന്നൊക്കെ എടുത്ത് വെച്ചോളൂ, നമുക്ക് പഠിക്കാം. ഓക്കെ. കോളറ ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാറ്റ് കോസസ് സിവിയർ വാട്ടറി ഡയറിയ which can lead to dehydration and even death if untreated. Cholera എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ദാറ്റ്സ് ബിക്കോസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഫെക്ഷ്യസ് എന്ന് പറയാൻ കാരണം സോ ദർ ഈസ് എ ബാക്ടീരിയ ദാറ്റ് ക്യാൻ ലീഡ് ടു ദിസ് കോളറ അല്ലെ. ഒരു ബാക്ടീരിയ കാരണമാണ് ഈ കോളറ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയാം. കോസസ് സിവിയർ വാട്ടറി ഡയറിയ. സോ ഡയറിയ കോസ് ചെയ്യുന്നതാണ് കോളറ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിച്ച് ക്യാൻ ലീഡ് ടു ഡീഹൈഡ്രേഷൻ, വാട്ടർ ലോസ് ആണ് അല്ലേ. ഡയറിയ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകും ആൻഡ് ഈവൻ ഡെത്ത് ഇഫ് അൺട്രീറ്റഡ്. അത് മരണത്തിലേക്ക് കൊണ്ടുപോകും ട്രീറ്റ് ചെയ്യാതിരുന്നാൽ. ഓക്കെ. ദെൻ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഈറ്റിംഗ് ഫുഡ് ഓർ ഡ്രിങ്കിങ് വാട്ടർ കണ്ടാമിനേറ്റ് വിത്ത് എ ബാക്ടീരിയം കോൾഡ് വിബ്രിയോ കോളറ. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. വിബ്രിയോ കോളറ ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് ഉള്ള ഫുഡ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? കോളറ കോസ് ചെയ്യാം. The disease is most common in places with poor sanitation, crowding, war and famine. There is extreme scarcity of food. എവിടെയൊക്കെയാണ് ഇത് കോമൺ ആയിട്ട് കാണാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ poor sanitation, okay, poor sanitation, crowding, then അതുപോലെ തന്നെ war area, then famine. There is extreme scarcity of food. Then common location includes part of Africa, South Asia. So ഇവിടെയുണ്ട് സൗത്ത് ഏഷ്യ, ഏഷ്യൻ കോണ്ടിനെന്റിലുണ്ട് ആൻഡ് ലാറ്റിൻ അമേരിക്ക. ഓക്കെ. വിബ്രിയോ കോളറ, ദ ബാക്ടീരിയം ദാറ്റ് കോസസ് കോളറ ഈസ് യൂഷ്വലി ഫൗണ്ട് ഇൻ ഫുഡ് ഓർ വാട്ടർ കണ്ടാമിനേറ്റഡ് ബൈ ഫീക്കസ് ഫ്രം എ പേഴ്സൺ വിത്ത് ദ ഇൻഫെക്ഷൻ. അപ്പോൾ കൂടുതലായിട്ട് ഇത് ഫുഡിലും വാട്ടറിലും തന്നെയാണ് ഏത് കാണുന്നത്? വിബ്രിയോ കോളറ കണ്ടാമിനേഷൻ കാണുന്നത്. എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം ബൈ ദ ഫീക്കസ് ഫ്രം എ പേഴ്സൺ വിത്ത് ദ ഇൻഫെക്ഷൻ. ഒരാളുടെ ഫീക്കസിൽ നിന്ന് അയാൾക്ക് എന്തുണ്ടായിരിക്കണം? ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അയാളുടെ ഫീക്കസിൽ നിന്നാണ് വിബ്രിയോ കോളറ എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. കോമൺ സോഴ്സസ് ഇൻക്ലൂഡ്, ഇനി ഏതൊക്കെയാണ് സോഴ്സസ്? മുനിസിപ്പൽ വാട്ടർ സപ്ലൈസ്, ഐസ് മെയ്ഡ് ഫ്രം മുനിസിപ്പൽ വാട്ടർ, ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ് സോൾഡ് ബൈ സ്ട്രീറ്റ് വെൻഡേഴ്സ്, വെജിറ്റബിൾസ് ഗ്രോൺ വിത്ത് വാട്ടർ കണ്ടെയ്നിങ് ഹ്യൂമൻ വേസ്റ്റ്, raw or undercooked fish and seafood caught in water polluted with sewage. So these are the common sources of Vibrio cholera. ഏതൊക്കെയാണ്? മുനിസിപ്പൽ വാട്ടർ സപ്ലൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഐസ് മെയ്ഡ് ഫ്രം മുനിസിപ്പൽ വാട്ടർ, ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ് സോൾഡ് ബൈ സ്ട്രീറ്റ് വെൻഡേഴ്സ്, വെജിറ്റബിൾ ഗ്രോൺ വിത്ത് വാട്ടർ കണ്ടെയ്നിങ് ഹ്യൂമൻ വേസ്റ്റ്, raw or undercooked fish and seafood. It's very important. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്ത് മേടിച്ചാലും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് കുക്ക് ചെയ്യണം എന്ന് പറയാൻ കാരണം റോ ഫിഷ് അല്ലെങ്കിൽ റോ വെജിറ്റബിൾസ് ഒക്കെ എന്തിന് കാരണമാകും? വിബ്രിയോ കോളറ കോസ് ചെയ്യാനായിട്ടുള്ള കാരണമാണ്. വിബ്രിയോ കോളറ മാത്രമല്ല, മിക്ക ബാക്ടീരിയൽ ഡിസീസും കോസ് ചെയ്യുന്നത് ഈ റോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അത് പ്രോപ്പറായിട്ട് നമ്മൾ കുക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ ഇൻഫെക്ഷൻസ് എല്ലാം ഉണ്ടാവാൻ ചാൻസ്. When a person consumes the contaminated food or water, the bacteria releases a toxin. It's very important. The bacteria release a toxin in the intestine that produce severe diarrhea. It is not likely you will catch cholera just from a casual contact with an infected person. അപ്പോൾ ഒരു കാഷ്വൽ കോണ്ടാക്ട് കൊണ്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് ഈ കോളറ സ്പ്രെഡ് ചെയ്യില്ല അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. ഈ ബാക്ടീരിയ ശരിക്കും പറഞ്ഞാൽ ഒരു ടോക്സിൻ റിലീസ് ചെയ്യും ഇൻഡസ്റ്റൈനിൽ ആൻഡ് ദാറ്റ് പ്രൊഡ്യൂസസ് സിവിയർ ഡയറിയ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ
ഇത് കൂടുതലും ഫീക്കസിലൂടെ അല്ലേ, മീൻസ് ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ ഫീക്കസിൽ കൂടെയാണ് വാട്ടറിലും വാട്ടർ ബോഡീസിലും അതുപോലെ തന്നെ ഫുഡിലൊക്കെ വരാൻ ചാൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്മിഷൻ. കോളറ ബാക്ടീരിയ ഹാവ് ബീൻ ഫൗണ്ട് ഇൻ ഷെൽ ഫിഷ് ആൻഡ് പ്ലാങ്ക്ടൺ. അപ്പോൾ ഈ ഷെൽ ഫിഷ് വഴി അല്ലെങ്കിൽ പ്ലാങ്ക്ടൺ വഴി, പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്മോൾ ലിവിങ് ഓർഗാനിസം ദാറ്റ് ക്യാൻ സീൻ ആസ് ബെൻതിക് ഇൻ വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡീസിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന ചില ലിവിങ് ഓർഗാനിസമാണ് പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. അത് തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടനും ഉണ്ട്, സൂ പ്ലാങ്ക്ടനും ഉണ്ട്. ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് ചെറിയ പ്ലാന്റ്സ് ആണ്, അതാണ് ഫൈറ്റോ എന്ന് പറയാൻ കാരണം. സൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സൂ ദറ്റ് ഈസ് ആനിമൽസ് അല്ലെ, റിലേറ്റഡ് ടു ആനിമൽസ്. Transmission is usually through the fecal oral route of contaminated food or water caused by poor sanitation. Main ആയിട്ട് ട്രാൻസ്മിഷൻ ഒക്കെ ചെയ്യുന്നത് through the fecal oral route of contaminated food or water that caused by poor sanitation. Poor sanitation കൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ട് നടക്കുന്നത് ട്രാൻസ്മിഷൻ. The most cholera cases in developed countries are a result of transmission by ഫുഡ്. ഡെവലപ്ഡ് കൺട്രീസിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ത്രൂ ഫുഡാണ്. കാരണം അവിടെ പോർ സാനിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കേസ് വരുന്നില്ല. അപ്പോൾ അവിടെ മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഫുഡിൽ കൂടെ തന്നെയാണ്. വൈൽ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ് ഇറ്റ് ഈസ് മോർ ഓഫൺ വാട്ടർ. നമ്മുടെ മുനിസിപ്പൽ വാട്ടർ ബോഡീസും അതുപോലെയുള്ള വാട്ടർ ബോഡീസ് ചിലപ്പോൾ പലയിടത്തും സീവേജുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഒരുപാട് ഏരിയ ഉണ്ട്. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരുപാട് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ഈ സീവേജ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ വരുന്നത് വാട്ടറിൽ കൂടെ തന്നെയാണ്, ആൻഡ് ഡെവലപ്ഡ് കൺട്രീസിൽ വരുന്നത് ഫുഡിൽ കൂടെയാണ്. ഓക്കെ, ദെൻ ഫുഡ് ട്രാൻസ്മിഷൻ ക്യാൻ occur when people harvest seafood such as oysters in water infected with sewage. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. As Vibrio cholera accumulates in planktonic crustaceans and the oysters eat the zooplankton. അപ്പോൾ എങ്ങനെയാണ് ഫുഡ് ട്രാൻസ്മിഷൻ വരുന്നതെന്ന് നോക്കിക്കേ. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിബ്രിയോ കോളറ അക്യുമുലേറ്റ്സ് ഇൻ പ്ലാങ്ക്ടോണിക് ക്രസ്റ്റേഷ്യൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷെൽ ഫിഷും പ്ലാങ്ക്ടണുമാണ് ഏറ്റവും വലിയ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലെ, പ്ലാങ്ക്ടണും ഷെൽ ഫിഷും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ആ പ്ലാങ്ക്ടനെ ഏത് കഴിക്കും? ഈ ഓയിസ്റ്റേഴ്സ് കഴിക്കും. ആ ഓയിസ്റ്റേഴ്സിനെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ ദ റീസൺ ഫോർ ദ ഇൻഫെക്ഷൻ. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ടോക്സിൻ റിലീസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ആ ടോക്സിനാണ് ശരിക്കും പറഞ്ഞാൽ ഡയറിയ, വാട്ടറി ഡയറിയയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, സിംറ്റംസ് ഓഫ് കോളറ ക്യാൻ ബിഗിൻ ആസ് സൂൺ ആസ് എ ഫ്യൂ അവേഴ്സ് ഓർ ആസ് ലോങ് ആസ് 5 days ആഫ്റ്റർ ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ പെട്ടെന്ന് തന്നെ അതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ആസ് ലോങ് ആസ് 5 days ആഫ്റ്റർ ഇൻഫെക്ഷൻ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ഈ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 to 5 days ആണ് നോർമൽ കണ്ടീഷനിൽ പറയുന്നത്. ദെൻ ഓഫൺ സിംറ്റംസ് ആർ മൈൽഡ്. വലിയ പ്രശ്നമൊന്നുള്ളതല്ല. സാധാരണ വരുന്ന ഡയറിയ എന്ന് പറയുന്നത് വി ക്യാൻ ട്രീറ്റ് വിത്തിൻ ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ അവേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് സംടൈംസ് ദേ ആർ വെരി സീരിയസ്. ചില സമയത്ത് എന്താണ്, അത് സീരിയസ് ആയിട്ട് മാറും. About 1 in 20 people infected have severe watery diarrhea accompanied by vomiting, which can quickly lead to dehydration. അപ്പോൾ ഈ വിബ്രിയോ കോളറ ഇൻഫെക്ഷൻ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, വാട്ടറി ഡയറിയ തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. വാട്ടറി ഡയറിയ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡീഹൈഡ്രേഷനിലേക്ക് പോകും. വാട്ടർ ലോസ് ആണ് അല്ലേ. നമ്മുടെ ബോഡിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, വാട്ടർ തന്നെയാണ്. അപ്പോൾ ആ വാട്ടർ ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോവുക, വാട്ടർ ഡയറിയ വഴി ലോസ് ആയി പോകുന്ന കണ്ടീഷൻ. അത് മാത്രമല്ല, ഡയറിയ മാത്രമല്ല, വോമിറ്റിങ്ങും കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെയും പോവും വാട്ടറിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. Although many infected people may have minimal or no symptoms, they can still contribute to spread of the infection. ചില ആൾക്കാരിൽ വളരെ കുറച്ച് മാത്രമേ സിംറ്റംസ് കാണത്തുള്ളൂ, അല്ലെങ്കിൽ സിംറ്റംസേ കാണില്ല, ബട്ട് they can still contribute to spread of infection. Okay, that about the symptoms. Signs and symptoms of dehydration. നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. വാട്ടറി ഡയറിയ ആണെങ്കിലും ശരി തന്നെയാണ്, വോമിറ്റിംഗ് ആണെങ്കിലും ശരി തന്നെയാണ്. അവിടെ സംഭവിക്കുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഡീഹൈഡ്രേഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്: റാപ്പിഡ് ഹാർട്ട് റേറ്റ്, ലോസ് ഓഫ് സ്കിൻ എലാസ്റ്റിസിറ്റി, the ability to return to original position quickly if pinched, dry mucous membranes including
the inside of the mouth, throat, nose and eyelids, low blood pressure, thirst, muscle cramps. നമുക്കറിയാം അല്ലേ, റാപ്പിഡ് ഹാർട്ട് റേറ്റ് ഉണ്ടാവും, ദെൻ അതുപോലെ തന്നെ ലോസ് ഓഫ് സ്കിൻ എലാസ്റ്റിസിറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ വാട്ടർ കണ്ടന്റ്. ഡീഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ സ്കിൻ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും, ഫ്രഷ്നെസ് നഷ്ടപ്പെടും അല്ലേ. ദെൻ ഡ്രൈ മ്യൂക്കസ് മെംബ്രെയിൻസ്, മ്യൂക്കസ് മെംബ്രെയിൻ ഡ്രൈ ആവും, ഇൻക്ലൂഡിങ് ദ ഇൻസൈഡ് ഓഫ് ദ മൗത്ത്, ത്രോട്ട്, നോസ് ആൻഡ് ഐലിഡ്സ്. ഇവിടെയൊക്കെ കാണുന്ന മ്യൂക്കസ് മെംബ്രെയിൻ എന്ത് പറ്റും, ഡ്രൈ ആയി പോവും. അതുപോലെ തന്നെ ലോ ബ്ലഡ് പ്രഷർ, തേഴ്സ്റ്റ്, then muscle cramps. If not treated, dehydration can lead to shock and death in a matter of hours. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ പറയുന്നത് പോലെ നേരത്തെ ബാക്ടീരിയൽ ഇൻഫെക്ഷനകത്ത് പഠിച്ചതാണ് ഷോക്ക് സിൻഡ്രോം ഒക്കെ അല്ലേ. ടോക്സിൻസ് കൊണ്ടുവരുന്നത് ബാക്ടീരിയത്തിനകത്ത് നിന്നുള്ള അല്ലെങ്കിൽ ബാക്ടീരിയ കോസ് ചെയ്യുമ്പോൾ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ടോക്സിൻസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോക്സിൻസ് കൊണ്ടുവരുന്ന പ്രോബ്ലംസ് അല്ലേ, ആൻഡ് ഇറ്റ് മേ ലീഡ് ടു ഡെത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു കണ്ടീഷനിലേക്കും പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾദോ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സിവിയർ കോളറ ക്യാൻ ബി അൺമിസ്റ്റേക്കബിൾ ഇൻ ഏരിയാസ് വെർ ഇറ്റ്സ് കോമൺ, the only way to confirm a diagnosis is to identify the bacteria in a stool sample. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്കിത് എങ്ങനെ കൺഫേം ചെയ്യാം, ഒരു ഡയഗ്നോസിസ് എങ്ങനെ കൺഫേം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ ബാക്ടീരിയ ഇൻ എ സ്റ്റൂൾ സാമ്പിൾ. സ്റ്റൂൾ സാമ്പിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ we can identify the bacterium. ഏത് ബാക്ടീരിയമാണ്, വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയത്തിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ റാപ്പിഡ് കോളറ ടെസ്റ്റ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ഡിപ് സ്റ്റിക്ക് ടെസ്റ്റ്. പഠിച്ചു വെച്ചോണം, എഴുതി വെച്ചോളൂ, ഡിപ് സ്റ്റിക്ക് ടെസ്റ്റ്. Enable doctors in remote areas to quickly confirm a cholera diagnosis. Quick confirmation helps to decrease death rates at the start of cholera outbreaks and leads to earlier public health intervention for outbreak control. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്വിക്ക് ടെസ്റ്റുകൾ ഒന്നുകിൽ ബാക്ടീരിയ ഇൻ എ സ്റ്റൂൾ സാമ്പിൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിപ് സ്റ്റിക്ക് ടെസ്റ്റ് വഴി നമുക്കിത് റാപ്പിഡ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ കൺഫേം ചെയ്യാം. അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, കോളറ ഔട്ട് ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ട്രീറ്റ്മെന്റ്. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്? റീഹൈഡ്രേഷൻ. ഫസ്റ്റ് വൺ ഈസ് റീഹൈഡ്രേഷൻ. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഡീഹൈഡ്രേഷൻ ആണ്. ഇവിടെ ഏതാണ് ട്രീറ്റ്മെന്റ് മെത്തേഡ്? റീഹൈഡ്രേഷൻ ആണ്. ദ ഗോൾ ഈസ് ടു റീപ്ലേസ് ലോസ്റ്റ് ഫ്ലൂയിഡ്സ് and electrolytes using a simple rehydration solution, oral rehydration salt. What is that? ORS. It's already familiar with us. The ORS solution is available as a powder that can be made with boiled or bottled water. എന്തായാലും സ്റ്റെറൈൽ വാട്ടർ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഒന്നുകിൽ ബോയിൽ വാട്ടറിൽ അല്ലെങ്കിൽ ബോയിൽഡ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ബോട്ടിൽഡ് ആയിട്ടുള്ള വാട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാം. Without rehydration, approximately half the people with the cholera die. Rehydrate ചെയ്തില്ലെങ്കിൽ മിക്കവാറും 50% of the infected persons will leads to death. With treatment, fatalities drop to less than 1%. നമുക്ക് ട്രീറ്റ്മെന്റിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫാറ്റാലിറ്റി ഡെത്ത് റേറ്റിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, to less than 1%ലേക്ക് കൊണ്ടുപോകാൻ പറ്റും. Otherwise it will leads to 50%. Okay, so that's a main treatment technique, rehydration. So next one is intravenous fluids. Most people with cholera can be helped by oral rehydration alone, but severely dehydrated people might also need intravenous fluid. നോർമൽ ആയിട്ട് നമുക്ക് ഓറൽ റീഹൈഡ്രേഷൻ എടുത്താൽ മതിയാവും. അതായത് ORS ഒക്കെ യൂസ് ചെയ്താലേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓറൽ റീഹൈഡ്രേഷൻ മതി. ബട്ട് ഇൻ സം കേസസ്, സിവിയർ ആയിട്ടുള്ള കേസസിൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ need intravenous fluids. Intravenously നമുക്ക് ഫ്ലൂയിഡ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. The next one is antibiotics. While not a necessary part of cholera treatment, some antibiotics can reduce cholera related diarrhea and shorten how long it lasts in severely ill people. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നെസസറി പാർട്ടൊന്നുമല്ല ആന്റിബയോട്ടിക്സ് എടുക്കണമെന്നുള്ളത്. നമ്മൾ പറഞ്ഞതാണ്, ദിസ് ഈസ് ആൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാം. ആന്റിബയോട്ടിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളറ റിലേറ്റഡ് ആയിട്ടുള്ള ഡയറിയ റെഡ്യൂസ് ചെയ്യാം ആൻഡ് ഷോർട്ടൺ ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റ് ഇൻ സിവിയർലി ഇൽ പീപ്പിൾ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് സിങ്ക് സപ്ലിമെന്റ്സ്. റിസർച്ച് ഹാസ് ഷോൺ ദാറ്റ് സിങ്ക് മൈറ്റ് ഡിക്രീസ് ഡയറിയ ആൻഡ് ഷോർട്ടൺ ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റ് ഇൻ ചിൽഡ്രൻ വിത്ത് കോളറ. അപ്പോൾ ഓൾറെഡി ഇത് റിസർച്ച് വർക്കിൽ കൂടെ പഠിച്ച ഒരു കാര്യമാണ്. സിങ്ക് സപ്ലിമെന്റ്സിന്
ഡിക്രീസ് ചെയ്യാൻ കഴിയും. എന്തൊക്കെ ഡിക്രീസ് ചെയ്യാൻ കഴിയും? ഡയറിയ ആൻഡ് ഷോർട്ടൺ ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റ് ഇൻ ചിൽഡ്രൻ വിത്ത് കോളറ. അപ്പോൾ അതിൻ്റെ ആ ഒരു സിവിയറിറ്റി റെഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഏതിനുണ്ട്? സിങ്ക് സപ്ലിമെന്റ്സിന് ഉണ്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് വാക്സിൻ. എ നമ്പർ ഓഫ് സേഫ് ആൻഡ് എഫക്റ്റീവ് ഓറൽ വാക്സിൻ ഫോർ കോളറ ആർ അവൈലബിൾ. It's very important. The World Health Organization has 3 pre-qualified oral cholera vaccines. ഏതൊക്കെയാണ് WHO വാക്സിൻസ്? ഡുക്കോറൽ, സാൻചോൾ, യുവിച്ചോൾ. ഓക്കെ, ഏതൊക്കെയാണ് പഠിച്ചു വെച്ചോളൂ. ഫസ്റ്റ് വൺ ഈസ് ഡുക്കോറൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സാൻചോൾ ആൻഡ് തേർഡ് വൺ ഈസ് യുവിച്ചോൾ. ഓക്കെ, അപ്പോൾ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഡുക്കോറൽ എന്ന് പറഞ്ഞത് ആൻ ഓർലി അഡ്മിനിസ്ട്രേഡ് ഇനാക്ടിവേറ്റഡ് ഹോൾ സെൽ വാക്സിൻ ആണ്. has an overall efficacy of about 52%. അതിൻ്റെ ഓവറോൾ എഫിക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോസിൻ്റെ എഫിക്കസി എന്ന് പറഞ്ഞാൽ 52% ആണ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഇയർ ആഫ്റ്റർ ബീങ് ഗിവൺ ആൻഡ് 62 ഇൻ ദ സെക്കൻഡ് ഇയർ വിത്ത് ദ മിനിമൽ സൈഡ് എഫക്ട്സ്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് 62% ആണ് ഇൻ സെക്കൻഡ് ഇയർ. സോ ഇത് ഒറ്റ ഡോസ് അല്ല, സിംഗിൾ ഡോസ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് നോക്കുമ്പോൾ വേരി ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആദ്യം എത്രയാണ്? 52% ആണ്. സെക്കൻഡ് 62% ആണ്. ഇത് നമ്മൾ ബൂസ്റ്റർ ഡോസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ആൻഡ് ഇറ്റ് ഹാസ് മിനിമൽ സൈഡ് എഫക്ട്സ്. അതുകൊണ്ട് ചില ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏജൻസികളൊന്നും ഇത് ഈ ഡുക്കോറലും അല്ലെങ്കിൽ സാൻചോൾ ആൻഡ് യുവിച്ചോളൊക്കെ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫോറിൻ കൺട്രീസിന്റെ കാര്യത്തിലാണ്, ഡെവലപ്ഡ് കൺട്രീസിന്റെ കാര്യത്തിലാണ് അവർ പ്രിഫർ ചെയ്യുന്നത് വാക്സ്കോറ എന്ന് പറയുന്ന ഓറൽ ആറ്റുനേറ്റഡ് ലൈവ് വാക്സിൻ ആണ്. വോട്ട് ഈസ് ആറ്റുനേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓർഗാനിസം ഉണ്ട്, അതിനെ നമ്മൾ കില്ല് ചെയ്യുന്നില്ല അല്ലെ. അതിന്റെ സ്ട്രെയിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? അത് ഡിസീസ് കോസ് ചെയ്യാത്ത രീതിയിൽ ഹീറ്റ് കില്ല് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്തിട്ട് അതിന്റെ വിർലുവൻസി നമ്മൾ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് എഫക്റ്റീവ് ആസ് എ സിംഗിൾ ഡോസ്. എന്തുകൊണ്ട് അവർ അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സ്കോറ സിംഗിൾ ഡോസ് മതിയാവും, നോട്ട് ലൈക്ക് ഡുക്കോറൽ അല്ലെങ്കിൽ സാൻചോൾ അല്ലെങ്കിൽ യുവിച്ചോൾ. ഓക്കെ, ദെൻ പ്രിവെൻഷൻ. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ്സ് ഫോക്കസിംഗ് ഓൺ പ്രിവെൻഷൻ, പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് ടു കോംബാറ്റ് ദ സ്പ്രെഡ് ഓഫ് കോളറ. ഓക്കെ, WHO ഒരുപാട് പ്രോഗ്രാംസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഫോർ ദ പ്രിവെൻഷൻ, പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് ടു കോംബാറ്റ് ദ സ്പ്രെഡ് ഓഫ് കോളറ. They also stress the importance of an effective surveillance system. There is need close observation to prevent the cholera, that is Vibrio cholera. Okay, then government can play a role in all of these areas. ഇവിടെയൊക്കെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ആർക്ക് തന്നെയാണ്? ഗവൺമെന്റ്സിന് തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റ്സ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് സിസ്റ്റം, പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റം ഈസ് നീഡഡ് ടു പ്രിവെന്റ് ദ വിബ്രിയോ കോളറ സ്പ്രെഡ് അല്ലെങ്കിൽ ഔട്ട് ബ്രേക്ക്. ഓക്കെ, ദെൻ എഫക്റ്റീവ് സാനിറ്റേഷൻ പ്രാക്ടീസസ് if instituted and adhered to in time are usually sufficient to stop an epidemic. So ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഔട്ട് ബ്രേക്ക് ആണ്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള സാനിറ്റേഷൻ പ്രാക്ടീസസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ആയിട്ട് തടയാൻ പറ്റും, അല്ലെങ്കിൽ ഈ സ്പ്രെഡിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, there are several points along the cholera transmission path at which its spread may be halted. ഇനി ഏതൊക്കെയാണ് പോയിന്റ്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പാത്ത് എന്ന് നമുക്ക് നോക്കാം. അതിനെ എങ്ങനെ നമുക്ക് ഹോൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതെങ്ങനെ ഹോൾട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റെറിലൈസേഷൻ, വി ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദാറ്റ്. സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ്, ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ, അതുപോലെ തന്നെ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, ബയോളജിക്കൽ സ്റ്റെറിലൈസേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സീവേജ് ആൻഡ് ഫീക്കൽ സ്ലഡ്ജിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ അത് തന്നെയാണ് അല്ലേ, സീവേജ് ആൻഡ് ഫീക്കൽ സ്ലഡ്ജ് മാനേജ്മെന്റ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരുപാടടുത്ത് സീവേജ് ലീക്കേജ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സീവേജ് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിബ്രിയോ കോളറയുടെ സ്പ്രെഡ് ഫാസ്റ്റ് ആക്കി മാറ്റുന്നത്. ദെൻ ഡീകണ്ടാമിനേറ്റ് സോഴ്സസ്, വാട്ടർ ബോഡീസ് ആണെങ്കിലും ഫുഡ് സോഴ്സസ് ആണെങ്കിലും അതിനെന്ത് ചെയ്യുക, ഡീകണ്ടാമിനേറ്റ് ചെയ്യുക. വേറെ വഴിയൊന്നുമില്ല, ഡീകണ്ടാമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കുക, അത് യൂസ് ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. Then water purification, the main important thing is water purification. നമ്മൾ പറഞ്ഞതാണ്, ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് വാട്ടറിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ വിബ്രിയോ കോളറ സ്പ്രെഡ് ചെയ്യുന്നത്, ആൻഡ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ത്രൂ ദ ഫുഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്റ്റെറിലൈസേഷൻ, സീവേജ് ആൻഡ് ഫീക്കൽ സ്ലഡ്ജ് മാനേജ്മെന്റ്, ഡീകണ്ടാമിനേറ്റ് സോഴ്സസ് ആൻഡ് വാട്ടർ പ്യൂരിഫിക്കേഷൻ.
സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ സെഷൻ വിബ്രിയോ കോളറ. അപ്പോൾ വിബ്രിയോ കോളറയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഇനി കൂടുതലായിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുന്ന എക്സാമിന് കുറച്ചും കൂടെ പോയിന്റ്സ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. അത് നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഇന്റർനെറ്റ് റിസോഴ്സുകളൊക്കെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു നോട്ടാണ് വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.